ശരിക്കും ഫ്രാൻസിനെ ഇല്ലാതാക്കി. ശരിക്കും ഗംഭീരമായൊരു മത്സരം. നമ്മൾ ഈ ലോകകപ്പിൽ കണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളിയാണ് ശരിക്കും നമ്മളിന്ന് കണ്ടിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ശക്തരായിട്ടുള്ളൊരു ഫ്രാൻസ് ആണോ ഇത്? അവർക്ക് പന്ത് കിട്ടുന്നില്ല. എംബാപ്പയൊക്കെ ശരിക്കും പന്ത് കിട്ടാതെ തെക്ക് വടക്ക് നടക്കുക എന്ന് പറയും, തെക്ക് വടക്ക് ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫ്രാൻസിനെ അടിമുടി മുക്കിക്കളഞ്ഞു. മറുപടിയില്ലാത്ത 2 ഗോളുകൾ തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിലെത്തിയത്. അത് 16 വർഷത്തിന് ശേഷമുള്ളൊരു ഫൈനൽ പ്രവേശം. 2010 ലോകകപ്പ് നേടിയതിന് ശേഷം നമ്മൾ സ്പെയിനെ ചിത്രത്തിലേ ഇല്ല. നമ്മൾ ചോദിച്ചു സ്പെയിൻ എന്ത് സംഭവിച്ചു, ടിക്കറ്റാക്കൊക്കെ എന്ത് സംഭവിച്ചു, ആ പൊസഷൻ ഗെയിമിന് എന്ത് സംഭവിച്ചു. പക്ഷേ ഈ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നില്ല. അവർ ഈ 16 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ കളിയാണ് തോന്നുന്നു സ്വരുക്കൂട്ടി വെച്ചത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങിയവരാണ്. പക്ഷെ ഓരോ കാലത്തിലും അവരിങ്ങനെ താളം മുറുക്കി താളം മാറ്റി, ശ്രുതി മാറ്റി, അതിങ്ങനെ വേഗം മാറ്റി അങ്ങനെ വന്നിരിക്കുകയാണ്. ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ശരിക്കും കണ്ടു സ്പെയിൻ്റെ ഒരു മാറ്റം. അത് ഫ്രാൻസിനടുത്തെത്തിയപ്പോൾ സമ്പൂർണ്ണമായി. ഈ ഫ്രാൻസ് ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ